ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസൈന്യാധിപയായ പരിശുദ്ധ മറിയമേ, അമ്മയോടൊപ്പമുള്ള യാത്രയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മയിലൂടെ അമ്മയുടെ മകനെ ആരാധിക്കാനും അതുവഴി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കണ്ടെത്തുവാനും അമ്മയുടെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനധ്യാനത്തിൽ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അമ്മയുടെ ഒരു സമയം ഏറ്റവും കൃപയുള്ളതാക്കി ഞങ്ങളെ മാറ്റാൻ ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12, 1 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടെ കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിയിട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മാതാവിനെക്കുറിച്ചുള്ള ഈരടികളും മാതാവിനെക്കുറിച്ചുള്ള വരികളും ഒരുപാട് രചിച്ചിട്ടുള്ള ഒരു അച്ഛനാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അച്ഛനാണ് കേരളത്തിലുള്ള ഷാജി തുമ്പേച്ചിറിൽ എന്ന് പറയുന്ന അച്ഛൻ. അച്ഛൻ്റെ ഒരുപാട് ഭക്തി നിർഭരമായ മാതൃഗീതങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ എന്നുള്ള പാട്ടും, അതുപോലെ തന്നെ അമ്മയെ അമ്മയെ തായെ നോക്കിയുള്ളത് വളരെ മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ നിറവുള്ള ഈരടികളാണ്. പക്ഷെ അച്ഛൻ്റെ ഈ പാട്ടുകളിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നതിൽ 2 വരി ഇങ്ങനെയാണ്. ആ വരി ഇങ്ങനെയാ: മനുജന്റെ മുമ്പിൽ കുനിയാതെ ദൈവ തിരുമുമ്പിൽ തല ചാച്ച പുണ്യവതി. മനുജന്റെ മുമ്പിൽ കുനിയാതെ ദൈവ തിരുമുമ്പിൽ തല ചാച്ച പുണ്യവതി അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ വരി കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാത്ത ഒരു മാതാവിൻ്റെ ഒരു ബിംബമായിട്ട്, അല്ലെങ്കിൽ മാതാവിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് കണ്ടെത്തുന്നത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ മുമ്പിലല്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ കുറേ ക്വാളിഫിക്കേഷനുകളുണ്ട്. അതിലിങ്ങനെയാണ്: സ്വർഗത്തിൻ്റെ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അത് അത്രയും ചൈതന്യമുള്ളൊരു സ്ത്രീ, അവൾക്ക് 12 നക്ഷത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വാളിറ്റി ഉള്ള ഒരു അമ്മയായിട്ട് ഇവളെങ്ങനെയാണ് മാറിയത്? അതല്ലെങ്കിൽ പരിശുദ്ധ മറിയം എങ്ങനെയാണ് മകനായ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ രക്ഷകനെ സ്വന്തമാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്കുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവളിങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. ഇന്ന് മാതാവിനെ കുറിച്ച് നമ്മളിന്ന് പ്രത്യേകം ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഈ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ മറിയം നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്, നീ ആരിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്? പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നവരോട് മാതാവിനെ എപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യം എങ്ങനെയാണ്: എൻ്റെ മക്കളെ, നിങ്ങൾ ആരെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കണേ? മനുഷ്യരെയാണോ അതോ ദൈവത്തെയാണോ? നിങ്ങൾ ആരെയാണ് പേടിച്ചുകൊണ്ടിരിക്കണേ? മനുഷ്യരെയാണോ പേടിക്കണേ? ദൈവത്തെയാണോ പേടിക്കണേ? എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ ദൈവത്തെ പേടിച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് തീർന്നത്. ഇനിയാണെങ്കിൽ മാതൃസഹജമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാതെ, മനുഷ്യരുടെ മുമ്പിൽ തലചാക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവ് എന്ന് ഓർമ്മിപ്പിക്കുക. ഇന്ന് മാതാവിനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിനടുത്ത്, ശലോമിലുള്ള ഒത്തിരി മക്കൾ മാതാവിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ്. അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, അമ്മയുടെ പ്രത്യക്ഷങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവർ, കരുണയുടെ ജപമാലയിലൂടെയും മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാലയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അത്രയും ചൈതന്യമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ വചനം പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പരിശുദ്ധ അമ്മ ഇന്ന കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മാതാവിൻ്റെ മക്കളോട് അമ്മയ്ക്ക് പറയാനുള്ള കാര്യം എങ്ങനെയാണ്: മാതാവിൻ്റെ മക്കള്
ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം എന്ന് പഠിപ്പിക്കുക. ഈ ഒരു വചന ഉൽപ്പത്തി മുതൽ വെളിപാട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ എടുക്കുമ്പോൾ അതിൽ സെൻറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ പറയില്ല, ഏതൊരു ഇതിൻ്റെ ആണെങ്കിലും സെൻറ്റർ വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന പോലെ ഈ ബൈബിളിൻ്റെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വാചകം എങ്ങനെയാണ്, അതിലിങ്ങനെ പറയണേ, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ വചനഭാഗം അങ്ങനെ പോകുന്നത്. ഈ ഒരു സുവിശേഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു തിരുവചനത്തിൻ്റെയോ മാതാവ് എങ്ങനെയാണ് അനുഗ്രഹം നേടിയേ എന്ന് ആലോചിക്കുന്ന ഈ ഒരു തിരുവചനത്തിൽ മാതാവിൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് മാതാവ് കടന്നു വന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് എന്ന് സുവിശേഷ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ രക്ഷയും അനുഗ്രഹവും അഭിഷേകവും ഒക്കെ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ബോധപൂർവം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് അതോ മനുഷ്യനിലാണോ ആശ്രയിക്കുന്നത്? ഈ ഒരു കുറേ സമയങ്ങളിലെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് മാതാവിൻ്റെ മക്കൾ ഒന്ന് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണ്, ശരിക്കും ഞാൻ മനുഷ്യനിലാണോ അതോ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ ഒരു ഭൂരിഭാഗം പേരെക്കുറിച്ചും കാണുന്ന ഒരു വലിയ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുന്നവരായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുമ്പോഴുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു അച്ഛനായിരുന്നു ഞാൻ. ഏതാണ്ട് ഒരു 2 വർഷക്കാലം പട്ടം കിട്ടിയതിൻ്റെ ഒരു 2 വർഷക്കാലം എനിക്ക് തോന്നുന്ന ശാലോമിൽ തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു മാതാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ അങ്ങനെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അത് പട്ടം കിട്ടിയ 2 വർഷം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ വർഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് പ്രസംഗങ്ങൾക്ക് പോണു, ഒരുപാട് പാട്ടുകൾ എഴുതുന്നു, ഒരുപാട് മേഖലകളിൽ പ്രഭാഷണത്തിനും പാട്ട് കുർബാനയ്ക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ 2 വർഷം കൊണ്ട് സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതം ഇങ്ങനെ വല്ലാത്തൊരു തകർച്ചയിലേക്ക് പോവാം. വല്ലാത്ത തകർച്ച എന്ന് പറയണത്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നുണ്ടായിരുന്ന എൻ്റെ 2 അനിയത്തിമാർ വണ്ടി ഇടിച്ച് മരിക്കണു. ഞാൻ ചേർന്ന് നിന്ന എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയണം, അല്ലെങ്കിൽ അത്രയും ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത്, ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെ തകർന്നു പോണു. വീട്ടിൽ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാവണു, എന്തൊക്കെ ഒരുവന് ജീവിതത്തിൽ ഉണ്ടാവണം. അത്രയും ദുരന്തങ്ങളിലൂടെ എൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോവാം. സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ കുർബാന പോലും ചെല്ലാൻ തോന്നാതെ, ഉടുപ്പ് പോലും ഉപേക്ഷിക്കാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം പോലും ഉപേക്ഷിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സംഘർഷാവസ്ഥയിലൂടെ എൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോവാം. അങ്ങനെ കടന്നു പോയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ വീണ് കിടന്ന് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവണേ? എൻ്റെ മക്കൾ, ഞാനിങ്ങനെ ഇത്രയും സ്നേഹിച്ചിട്ടുള്ള, രക്തബന്ധത്തെക്കാൾ അധികം സ്നേഹിച്ചിട്ടുള്ള എൻ്റെ ഈ മക്കൾ വണ്ടി ഇടിച്ചത് എന്തുകൊണ്ടാണ്? അവർ മരണത്തിൻ്റെ ലോകത്തിലേക്ക് വീണു പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ വീട്ടിൽ എന്തെത്ര പ്രശ്നങ്ങൾ? ഇതൊക്കെ ഞാനിങ്ങനെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ കുറേ കരഞ്ഞിങ്ങനെ ചോദിച്ചപ്പോൾ ഈശോ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. സ്റ്റാൻസാ, നിനക്ക് പട്ടം കിട്ടിയിട്ട് 2 വർഷം, ഈശോയുടെ സ്വന്തമായി എന്ന് പറഞ്ഞിട്ടാണ് നീ പ്രതിജ്ഞ എടുത്തിട്ടാണ് തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ നീ പൗരോഹിത്യത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ 2 വർഷമായിട്ട് നീ ആരുടെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ? നീ സത്യത്തിൽ ആരുടെ പിന്നാലെ സ്റ്റാൻസ നടക്കണേന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് ഈശോ ചോദിക്കുക, പത്രോസിനോട് ചോദിച്ച പോലെ, ഡു യു റിയലി ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോയെ ഞാൻ ദേ പ്രസംഗിക്കാൻ പോണു, പാട്ട് എഴുതുന്നു, ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ നാമത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, സ്റ്റാൻസ റിയലി ഇതൊക്കെ നീ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണോ ചോദിക്കുക. ഈശോ എന്നെ ഇങ്ങനെ ഒരു കഴിഞ്ഞ കാലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചത്, പൗരോഹിത്യം കിട്ടിയ അല്ലെങ്കിൽ പട്ടം കിട്ടിയ 2 വർഷത്തിൻ്റെ ഇങ്ങനെ യാത്ര ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഗ്രാഫിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. നീ ദൈവത്തിൽ ആശ്രയിച്ചതും മനുഷ്യരിൽ ആശ്രയിച്ചതുമായിട്ടുള്ള ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരിക. അത് നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ സത്യത്തിൽ ഇങ്ങനെ പേടിക്കപ്പെടുന്ന, പേടിപ്പിക്കുന്ന പോലെയുള്ള ഒരു ലിസ്റ്റ് ഞാൻ കാണുക. ഞാൻ കണ്ട ലിസ്റ്റ് എന്താണെന്നറിയോ? അതിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കൂടിക്കെടുക്കുക എൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് ഈശോ പറയുക, ഈ ഗ്രാഫ് നീ കണ്ടില്ലേ? ഒരു ചെറിയ ഒരു പ്രോത്സാഹനവും ഒരു ചെറിയൊരു സന്തോഷത്തിനും ഒക്കെ പിന്നാലെ നടന്നിട്ട് നീ മനുഷ്യനിൽ ആശ്രയിച്ചില്ലേ? നിന്റെ ദൈവത്തെ നീ തട്ടിക്കളഞ്ഞില്ലേ? തിരക്ക് പിടിച്ചിട്ട് നടന്നിട്ട് നീ എവിടെ വരെ എത്തിയെന്ന് ഈശോ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുക. ഈശോ സ്നേഹമുള്ളവർ, ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ മറിയത്തെ പോലെ ഇന്നു മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകനാവാൻ നിനക്ക് പറ്റുമോ ചോദിക്കുക. 1 വർഷക്കാലം ഒരു ധ്യാനവും വേണ്ട, ഒരു പ്രസംഗവും വേണ്ട, ഒരു പുസ്തകം എഴുത്തോ ഒരു പാട്ടെഴുത്തോ ഒന്നും വേണ്ട. ഈശോയുടെ മുമ്പിൽ 1 വർഷം ഇങ്ങനെ അടയിരുന്നിട്ട്, ഈശോയെ ഞാൻ നിന്നിൽ ആശ്രയിക്കണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഈശോ ഇങ്ങനെ ചോദിക്കുക. എൻ്റെ സ്നേഹമുള്ളവർ, സത്യത്തിൽ ഞാൻ ആ 1 വർഷം ഇങ്ങനെ പരിശുദ്ധ മറിയത്തോടൊപ്പം അമ്മ പഠിപ്പിക്കുന്ന പാഠങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നതാണ്.
ഒരു വർഷം കൊണ്ട് ഈശോ ഇങ്ങനെ എന്നെ പഠിപ്പിച്ച കാര്യം എങ്ങനെയാണ്, മനുഷ്യരിൽ ആശ്രയിച്ചതൊക്കെ മതി. അവർ തരുന്ന സന്തോഷവും അവർ തരുന്ന കയ്യടിയൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്നെ വിട്ടെറിഞ്ഞു പോണതാണ് നിന്റെ ഈ ബന്ധുക്കളും നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരും എന്നുള്ളത് നീ പഠിച്ചോ എന്ന് ഈശോ പഠിപ്പിക്കുക. എന്നിട്ട് പറയുക, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നീ ആശ്രയിച്ച നീ രക്ഷ കാണുന്ന. ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേ അധികം ബന്ധങ്ങളുണ്ടായിരുന്നു. അനാവശ്യമായ കുറേ ബന്ധങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറേ സംസാര ശൈലികൾ. ഇതൊക്കെ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു വർഷം കൊണ്ട് സ്നേഹമുള്ളവരെ സമയമെടുത്ത് ആ ബന്ധങ്ങളൊക്കെ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റി ഒരു വർഷം കർത്താവിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇനി എൻ്റെ ആകാശവും എൻ്റെ ആനന്ദവും ഈശോയെ നീയാ. എനിക്ക് ഇന്ന് മുതൽ വേറെ ഒന്നും വേണ്ട, നീയാന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ജപമാല തരുന്ന പോലെ ഇട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ നീ ഇന്ന് മുതൽ ജപമാല ചൊല്ലി ദൈവത്തിൽ ആശ്രയിച്ച യു വിൽ സീ ദ മിറാക്കുലസ് ആക്ടിവിറ്റി, അത്ഭുതത്തിൻ്റെ കാഴ്ചകൾ നീ കാണുമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എൻ്റെ സ്നേഹമുള്ളവരെ, പിന്നെയുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത രീതിയിലുള്ള അതുപോലെയുള്ള ജീവിത ദിവസങ്ങളായിട്ട് മാറുക. ഇപ്പം ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടാവും. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ദൈവത്തിലാണോ ആശ്രയിക്കണം, അതോ നമ്മളിങ്ങനെ ഇപ്പോഴും ഈ മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുക? പരിശുദ്ധ മറിയത്തിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജീവിതം ഒന്ന് പെട്ടെന്നൊന്ന് നമ്മളൊന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണ ഒരു കാര്യം, അവൾ ഒരിക്കലും ഇങ്ങനെ മനുഷ്യരിൽ ആശ്രയിച്ചിട്ടില്ല. മനുഷ്യരിൽ ആശ്രയിക്കാനുള്ള എത്ര സാധ്യതകൾ അവൾക്ക് ഉണ്ടായിരുന്നു. ഒരു പുസ്തകത്തിൽ വായിച്ചു നോക്കി, അതൊരു ചിലപ്പോൾ ഒരു ഫാസിനേറ്റഡ് സ്റ്റോറിയൊക്കെ ആവാം, പക്ഷേ ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ദ സ്റ്റോറി. ആ സ്റ്റോറി ഇപ്രകാരമാണ്. അതായത് മാതാവും ഔസേപിതാവും കൂടിയിട്ട് ഗർഭിണി നിറവയറുള്ള ആളെയും കൊണ്ട് ഇവളെയും കൊണ്ട് ഭാര്യനെയും കൊണ്ട് ആ വഴിയിലൂടെ പോകുന്നുണ്ട് ബെത്ലഹേമിലേക്ക്. അപ്പോൾ പോണ വഴിയിലൊരു സത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഔസേപിതാവാണ് സത്രത്തിലെ സ്ഥലം ഉണ്ടോ ചോദിക്കണേ. അപ്പോൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ സത്രം ഉടമ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവള് പറഞ്ഞാൽ ഞാൻ സ്ഥലം കൊടുക്കാം. അതൊരു പക്ഷേ ശരിക്കും ഒരു വെറുതെ ഒരു സ്റ്റോറിയുടെ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവള് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയാണ്, നീ ഈ പറയണ സത്രമോടോട് സംസാരിക്കുകയും ചോദിക്കുമ്പോൾ ഇവള് പറയണം, അതായത് പരിശുദ്ധ മറിയം പറയണ കാര്യം എങ്ങനെയാണ്, സത്രമുടമയേക്കാൾ വലുത് എൻ്റെ കർത്താവാണ്. ഞാനതുകൊണ്ട് ഈ വിദ്ദേഹത്തിൻ്റെ മുൻപിൽ തലവലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കിവിടെ സത്രത്തിൽ സ്ഥലം കിട്ടിയില്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോകല്ലേ. പിന്നീട് നമ്മൾ മാതാവിനെ കാണുന്ന ഒരിടത്ത് പോലും അവൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് ഒരു മനുഷ്യരുടെ മുമ്പിലേക്ക് ചെല്ലണില്ല എന്നുള്ളതാണ്. ആ പ്രത്തോറിയത്തിലൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ ഓടിച്ചെല്ലായിരുന്നു പീലാത്തോസിൻ്റെ അടുത്തേക്ക്, പീലാത്തോസ് എൻ്റെ മകനാ, അവനെ വെറുതെ വിട്ടേക്ക്, അവനിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മാനുഷികമായിട്ടുള്ള ആശ്രയങ്ങളുടെ തീരങ്ങൾ തേടിയിട്ട് മറിയത്തിന് വേണമെങ്കിൽ ചെല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒരിടത്തും കാണുന്നില്ല മറിയം ഒരു വീടിൻ്റെ മുൻപിലും പോയിട്ട് മുട്ടുമടക്കണില്ല, ഒരു മനുഷ്യൻ്റെ മുമ്പിലും മുട്ടുമടക്കണില്ല, ഒരു രാജാവിൻ്റെ മുമ്പിലും മുട്ടുമടക്കണില്ല. അവൾ മുട്ടുമടക്കണതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഞാനത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന് ഈ 12 നക്ഷത്രത്തിൻ്റെ പൊൻകിരീടം കിട്ടുന്നത്. അതുകൊണ്ടാണ് അവൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന നിർമ്മല കന്യകയായിട്ട് അവൾ തീരുന്നത്. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിങ്ങനെ മാതാവിനെ ഒരു റോൾ മോഡലായിട്ട് എടുത്തിട്ട് നമുക്ക് ഇന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് ഇന്നെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സങ്കടം എന്നുള്ളത്, നമ്മളിതൊക്കെ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ മനുഷ്യരിലൊക്കെ തന്നെയാണ്. എല്ലാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചെറിയ ചെറിയ മനുഷ്യരുടെ സന്തോഷങ്ങളിലേക്കും ചെറിയ ചെറിയ അവർ നൽകുന്ന ചെറിയ നേട്ടങ്ങൾക്കൊക്കെ പിന്നാലെ നമ്മൾ അലയുന്നുണ്ട് എന്നുള്ളതിന് ദർ ഇസ് നോട്ട് ഡൗട്ട്. പക്ഷേ ഇഫ് യു ചേഞ്ച്, നീ ഒരു ചേഞ്ചിന് ഒരു മാറ്റത്തിന് വിധേയമാവണമെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഇന്ന് പരിശുദ്ധ മറിയം വഴിയായിട്ട് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധ മറിയം വഴിയായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരുപാട് അത്ഭുതങ്ങളുടെ ലോകം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു പറയാം. അപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ ആശ്രയിച്ചും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതിനോട് ചേർന്ന് വായിക്കാനുള്ളൊരു കഥ ഈ ദിവസങ്ങൾ വായിച്ചത് ഓർക്കുക. കഥ ഒരു ഗുരു ശിഷ്യനും തമ്മിലുള്ള സംവാദം. അപ്പോൾ ഗുരു പറഞ്ഞു, മോനെ മനുഷ്യരിലൊന്നും അവരുടെ സ്നേഹത്തിനൊന്നും ഒരു അർത്ഥവും ഇല്ല, നീ അതിലൊന്നും വേണ്ട, വിവാഹ ജീവിതത്തിലേക്കൊന്നും പ്രവേശിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇവരുടെ വിവാഹ ജീവിതമൊക്കെ എത്ര സന്തോഷം, അവർക്ക് വേണ്ടിയൊക്കെ മരിക്കും, പരസ്പരം മരിക്കും എന്നൊക്കെ പറഞ്ഞേക്കണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗുരു ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു മരണ വീട്ടിലേക്ക്, ഭർത്താവ് മരിച്ച ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ഗുരു ശിഷ്യനുമായിട്ട് ചെല്ലുക.
അപ്പം ഇങ്ങനെ ഈ ഒരു ഭാര്യ ഇങ്ങനെ ഈ മൃതശരീരത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വാവിട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചങ്കും കരളും എന്ത് കൊടുത്താലും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാവിട്ട് കരയാം. അപ്പം ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ പറഞ്ഞു, കണ്ടില്ലേ അവൾ പറയണ കേട്ടില്ലേ, ആ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്, അയാൾക്ക് പൂർണ്ണത കിട്ടാൻ ഇവള് കാരണമാണ്, മനുഷ്യനിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ശിഷ്യൻ ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറയാം. അപ്പം ഗുരു ഇങ്ങനെ ഈ പറയുന്ന ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ശിഷ്യ ആ കാണിക്കണതൊക്കെ വെറുതെയാ, അതിലൊന്നും ശരിക്കുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിച്ചതിന് ഒന്നുമില്ല കാര്യം എന്നുള്ളത് നീ കാണുന്നു പറയും. അപ്പം ചോദിക്കുമ്പോൾ എങ്ങനെയാ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗുരു ഇങ്ങനെ ഈ മരിച്ച നിൽക്കണേൻ്റെ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കയറി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് ദൈവികമായ ശക്തിയുള്ള ഒരാളാണ്, ഈ ഒരു കാര്യത്തിന് ഈ മരിച്ച വ്യക്തിക്ക് പകരം ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ പറയുന്ന ഭാര്യയുടെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആരുടെയും ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ട്. അതായത് ഇവിടെ നിൽക്കണ ഞാനിപ്പോൾ ഒരു തൂവലെടുത്ത് മുകളിലേക്ക് ഇടും, ആ മുകളിലേക്ക് എറിയുമ്പോൾ ആരുടെ തലയിലേക്ക് വീഴണോ ആ തലയിൽ വീണ വ്യക്തിയുടെ ആത്മാവ് ഈ മരിച്ച ആളുടെ ആത്മാവിലേക്ക് ചെല്ലും, ആ വ്യക്തിക്ക് ജീവൻ കിട്ടും, ഇയാൾ മരിച്ചു പോവും ഒക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരുടെ ബന്ധുജനങ്ങളൊക്കെ ഇയാൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കണമെന്ന് പറയണ, അല്ലെങ്കിൽ ഈ മനുഷ്യനിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും സ്നേഹിക്കണമെന്നൊക്കെ പറയണ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ എന്നിട്ടാണ് ഈ ഗുരുജി ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഗുരു ഇങ്ങനെ ഒരു തൂവലെടുത്തിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് എറിയാം. മുകളിലേക്ക് ഇങ്ങനെ ഊതി കഴിയുമ്പോൾ ആദ്യ അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങൾ മുഴുവൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓടി രക്ഷപ്പെടുക. കാരണം ഇത് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പോൾ പോലോ ജീവിതം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരും മാറിപ്പോവുക. അതിന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭാര്യയുടെ അവിടേക്ക് ഈ പറയണ ഇത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഭർത്താവിന് വേണ്ടി എല്ലാം നൽകുമെന്ന് പറയണ ഈ ഭാര്യയുടെ അവിടേക്ക് ഇതിങ്ങനെ പറന്ന് ഈ പറയണ തൂവലിങ്ങനെ വീഴാൻ നിൽക്കാം. അപ്പോൾ സമയത്ത് ഈ ഭാര്യ ഇങ്ങനെ കരഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി ജീവിക്കും അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കണം എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി എന്നൊക്കെ പറയണ ഈ ഭാര്യ ചെയ്യുന്നത് ഇങ്ങനെയാണ്, പതുക്കെ ഇയാളുടെ മുകളിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ ദേഹത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഭാര്യയുടെ മേത്തേക്ക് വരുന്ന തൂവലിങ്ങനെ ഊതി പറപ്പിച്ച് കളഞ്ഞിട്ട് പറയാം, ഇയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറയാം. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഗുരുജി ഇങ്ങനെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടോ ഇത്രയേ ഉള്ളൂ, മനുഷ്യന് നൽകണ സ്നേഹവും മനുഷ്യന് നൽകണ ആദരവെന്ന് പറയണതൊക്കെ ഇത്രയ്ക്കുള്ള കാര്യം നമ്മുടെ ലൈഫിലുള്ളൂ എന്ന് നീ ഇന്നെങ്കിലും മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊരുപക്ഷെ കഥയായിരിക്കാം, പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കൊടുക്കണ ചില പ്രയോറിറ്റീസിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ദൈവത്തിന് കൊടുക്കണുണ്ടോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ന് വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് പകരം ഇങ്ങനെ പല വ്യക്തികളിലേക്ക് നമ്മളുടെ ഇങ്ങനെ പ്രയോറിറ്റി ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, ഇതാണ് വലുതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു തിരുവചന ധ്യാനത്തിൽ ഇങ്ങനെ മാതാവ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ധ്യാനപൂർവ്വം ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ദൈവത്തിനേക്കാൾ വിട്ട് നിങ്ങളിങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കുന്നുണ്ട്, മാതാപിതാക്കൾ അങ്ങനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്ന് പറയാം. രണ്ടാമത്തെ പറയണത് മാതാവ് ഇങ്ങനെ പറയണത് ദൈവത്തിൽ ആശ്രയിക്കാതെ നീ സ്ഥാനമാനങ്ങളിൽ ആശ്രയിക്കണ ഒരു ശീലം ഉണ്ടെങ്കിൽ, നിനക്ക് കിട്ടുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചോ അങ്ങനെയുള്ള മേഖലകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ മാറുക എന്ന് പറയാം. ഒന്നാമത് പറയണത് നീ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാതെ നീ നിൻ്റെ ചില മേഖലകൾ നിന്നിൽ തന്നെ ആശ്രയിക്കണ അവസ്ഥകൾ. പലരും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക, ഞാൻ തന്നെയാണ് ഇതിനെ എല്ലാത്തിനും ഉടമ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന അവസ്ഥ. മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയും നേതാവും രാജാവും ഒക്കെ ഞാനാന്ന് പറഞ്ഞിട്ട് എന്നിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. ഇതിൻ്റെ അടുത്തൊക്കെ മാതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, നീ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, നിന്നിൽ ആശ്രയിക്കേണ്ട, മറ്റൊരു വ്യക്തികളിലോ വസ്തുക്കളിലോ ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ നീ ആശ്രയിക്കുക. നീ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുമ്പോൾ നീ ദൈവികമായ അത്ഭുതങ്ങൾക്ക് നീ സാക്ഷിയായിട്ട് തീരും എന്ന് പറഞ്ഞ് മാതാവ് ഇങ്ങനെ പഠിപ്പിക്കുക. എൻ്റെ സ്നേഹമുള്ളവർ, ഈ ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിന്ന് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ളൂ, ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ച് മാതാവിനൊപ്പം ജപമാല നീ ചൊല്ലി തുടങ്ങുക. ഈ അമ്മയോടൊപ്പം നീ ജപമാല ചൊല്ലി തുടങ്ങുമ്പോൾ നീ പരിശുദ്ധ മറിയത്തിന് അലങ്കരിക്കപ്പെട്ടതുപോലെ നിൻ്റെ ജീവിതത്തിലും ദൈവികമായ അലങ്കാരങ്ങൾ വന്നു നിറയുന്നത്. ഈ പറയുന്ന സൂര്യൻ്റെ ചൈതന്യവും ചന്ദ്രൻ്റെ പ്രകാശവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മേലങ്കിയുടെ വെളിച്ചമൊക്കെ നിൻ്റെ നിത്യജീവിതത്തിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്നുള്ളത്. അതായത് നീ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന മനുഷ്യർക്ക് അത്ഭുതങ്ങൾ ഒരു പെരുമഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓർക്കായിരുന്നു, കുറച്ച് ദിവസം ഇങ്ങനെ മാതാവിനോട് ചേർന്ന് കുരുക്കഴിക്കണ മാതാവിനോട് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറഞ്ഞിട്ട് കുരുക്കഴിക്കണ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ അത്ഭുതങ്ങൾ.
പരിശുദ്ധ മറിയത്തിലേക്ക് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളതിലേക്ക് പോകാതെ, മറ്റു വ്യക്തികളിലേക്ക് പോകാതെ പരിശുദ്ധ മറിയം വഴിയായിട്ട് ദൈവത്തിലേക്ക് ആശ്രയിച്ച് കഴിഞ്ഞാൽ കിട്ടിയ അത്ഭുതങ്ങൾ സ്നേഹിതരെ ഇന്ന് പറഞ്ഞാൽ തീരുന്നില്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ട അത്ഭുതങ്ങൾ അത്രയും അത്ഭുതങ്ങളാണ്. ഞാനൊരു ചെറിയ പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ട് കുന്നംകുളം അടുത്തുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ കുറേ വർഷങ്ങളായിട്ട് ഷട്ടറാണ് ഇട്ടിട്ടുണ്ടായിരുന്ന, ഒരു വാതിലില്ലാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതിന് ഇപ്പം തന്നെ മാതാവിൽ ആശ്രയിച്ചിട്ട്, മാതാവിനോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പള്ളിപ്പണിയുടെ മേഖലകൾ അത് തുറന്നു കിട്ടും. ഒരൊറ്റ കാര്യം ചെയ്യുള്ളൂ, മാതാവിൻ്റെ കുരുക്കഴിക്കണ മാതാവിൻ്റെ ഒരു രൂപം കൊത്തിവെക്കണം എന്ന് പറയും. അപ്പം അതിന് വലിയ സാമ്പത്തിക ചെലവുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമൊക്കെയാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ ഇടവകയിലുള്ള മുഴുവൻ മനുഷ്യരും അത്രയും ശക്തമായിട്ട് ആശ്രയിച്ച് ഒരുമിച്ച് ഇങ്ങനെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ കെട്ടുകൾ കഴിക്കണ മാതാവിൻ്റെ ഈ രൂപം കൊത്തുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അടുത്തൊരു മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുതം ഇത് പള്ളിയുടെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് കാണുമെന്ന് പറയാം. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ കണ്ട ഒരു അത്ഭുതം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ് അത് കൊത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവനായ മനുഷ്യനാണ്. അപ്പോൾ ഇത് നല്ല ചിലവുള്ളതാണ്. ഇദ്ദേഹം അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൊത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് കൊത്തേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടാണ് ഇത് കൊത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കൊത്തുന്ന സമയത്ത്, കൊത്തുപണി നടത്തുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ഏത് ദേവതയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ദേവതയോട് ചേർന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞിട്ട് കൊത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, 12-14 വർഷമായി, ഒരു സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദേവതയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ മറ്റെല്ലാ ദൈവങ്ങളും ഞാൻ ദൈവം ഉപേക്ഷിക്കുകയാണ്, ഈ കൊത്തുന്ന ഈ ദേവതയുടെ ശക്തി കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ഞാൻ എൻ്റെ എല്ലാ വ്യക്തികളും മറ്റെല്ലാ അവസ്ഥകളും ഞാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ കൊത്തി ഞങ്ങളുടെ പള്ളിയിൽ ആ രൂപം പ്രതിഷ്ഠിക്കുകയാണ്. തുങ്കുഴി പിതാവ് വന്ന് അത് ആശീർവദിച്ച്, ദേവാലയം ഇങ്ങനെ ആശീർവദിച്ച് അതിലിങ്ങനെ ആദ്യത്തെ നടവാതിലിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ഈ കെട്ടുകൾ അഴിക്കണ മാതാവിൻ്റെ രൂപം ഇങ്ങനെ കൊത്തിത്തീരുക. അന്ന് പിതാവ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ അത്ഭുതം കാണുമെന്ന് പറഞ്ഞ് അതിങ്ങനെ പിതാവ് ഇങ്ങനെ പ്രസംഗം പറയണതിൻ്റെ മുൻപ് ഏതാനും സമയത്തിനുള്ളിൽ ഞാൻ കേട്ട വാർത്ത എന്താണെന്ന് അറിയോ? ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് കാണാൻ വന്നേക്കുക, ഈ കൊത്തുപണി ചെയ്ത ഈ മനുഷ്യൻ കാണാൻ വന്നേക്കുക. കൊത്തുപണി ചെയ്ത മനുഷ്യൻ കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അച്ഛാ, ഈ പറയുന്ന ദേവതയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ദേവതയല്ല, പരിശുദ്ധ മറിയോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ അച്ഛാ, എനിക്ക് അറിയില്ല, ഞാനൊരു ഹൈന്ദവനാണ്, എനിക്ക് ഈ പേരോ ഒന്നും അറിയില്ല, പക്ഷേ ഈ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കെട്ട് അഴിച്ചു മാറ്റി എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ അഴിച്ചു മാറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം എങ്ങനെയാ വെച്ചാൽ, ഡോക്ടർമാർ മുഴുവൻ വിധി എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യമാണ് എനിക്ക് മക്കളുണ്ടാവില്ല എന്നുള്ളത്. കാരണം എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, അതിനുള്ള പൊട്ടൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയിട്ടുണ്ടായിരുന്നതാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ ശക്തമായിട്ട് ആശ്രയിച്ച് മറ്റൊരു ശക്തിക്കും, അന്ധകാര ശക്തികളുടെയോ മറ്റ് ദേവതകളുടെ പിന്നാലെ പോവാതെ ഈ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ്. ആ സമർപ്പിച്ചതിന് ദൈവം എനിക്ക് തന്നത് ഒരു കുഞ്ഞുവാവേനെ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ, ഈ ദേവത വഴിയായിട്ട്, ഈ അമ്മ വഴിയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുക. ഏതാണ്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു വ്യക്തിയുടെ കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ട് ആ കുടുംബം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷം എന്നുള്ളത്, പരിശുദ്ധ മറിയം വഴിയായിട്ട് ഇന്ന് ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ മറിയത്തോടൊപ്പം ജപമാല ചൊല്ലി തുടങ്ങുക. അങ്ങനെ നീ ജപമാല ചൊല്ലി തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളാണ്. ഇങ്ങനെ ഒരു തിരുവചന ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ മാതാവ് വഴിയായിട്ട് ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു തീരില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു അച്ഛൻ്റെ സാക്ഷ്യം കേട്ടതാ. അച്ഛനിങ്ങനെ ക്യാൻസറാന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാ. അപ്പോൾ ഒറ്റ ഗ്രൂപ്പുകാർ പറഞ്ഞു, നമുക്കിങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് കൊന്തയിൽ പ്രാർത്ഥിക്കാം, കൊന്തയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൊന്തയിൽ പ്രാർത്ഥിച്ചിട്ട് നോക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർമാരും എഴുതി ക്യാൻസറാന്ന് പറഞ്ഞ് കീമോതെറാപ്പിയുടെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്നൊരു അത്ഭുതകരമായ വിടുതലുണ്ടാവും. അച്ഛനൊരു ദിവസം രാത്രി അച്ഛനിങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു ഉണങ്ങിയ മരം കാണാം. ആ ഉണങ്ങിയ മരത്തുമ്പോൾ നിറച്ചിങ്ങനെ ജപമാല നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ ജപമാല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ച് ഇതെന്താ? അപ്പം ഇങ്ങനെ ഈ പരിശുദ്ധ മറിയം വന്നിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് തൂക്കിയിട്ട ജപമാലയാ, ഇത്രയും പേര് കൊന്ത ചൊല്ലിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ചതിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ശാരീരികമായ മേഖല ഞാൻ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുക.
വലിയ അത്ഭുതങ്ങൾ സ്നേഹമുള്ളവർ ഈ നാട്ടിൽ സംജാതമാകുന്നത് ഇനി പരിശുദ്ധ മറിയം വഴിയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാലയും റോസമിസ്റ്റിക മാതാവിനോടൊക്കെ ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരാം നമുക്ക്. അങ്ങനെയാവുമ്പോൾ ഒരു പുതിയൊരു ലോകം, നമ്മൾ ഇന്നേ വരെ കാണാത്ത കാഴ്ചകളുടെ, ഇന്നേ വരെ കേൾക്കാത്ത കേൾവിയുടെ, ഇന്നേ വരെ അറിയാത്ത അനുഭവിക്കാത്ത ഒരു നിറവിൻ്റെ ലോകം നമുക്ക് സ്വന്തമായിട്ട് തീരും. പരിശുദ്ധ മറിയത്തോട് നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ ഇന്നലെ വരെ ഞങ്ങൾ മറ്റു പലതിലും, പല വ്യക്തികളിലും, മറ്റു പല സംഘടനകളിലും, മറ്റു പല രീതികളിലും ആശ്രയിച്ചവരാം. ഇന്ന് അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അമ്മയെ നിന്നോട് ചേർന്ന് ജപമാല ചൊല്ലി ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ വഴിയായിട്ട് അത്ഭുതങ്ങൾ സമൃദ്ധമാകുമാറാകട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. അമ്മ മേരിയുടെ മാധ്യസ്ഥത്താൽ അത്ഭുതത്തിൻ്റെ കാഴ്ചകൾ, അത്ഭുതത്തിൻ്റെതായ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു മേഖല തുറന്നവർക്ക് അവിടുന്ന് ഒരു അഭിഷേകം ചെയ്യുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.